നമസ്കാരം. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണാഘോഷ ലഹരിയിലാണ്. ഞങ്ങളും അങ്ങനെ തന്നെയാണ്, അല്ലേ അഖില? തീർച്ചയായിട്ടും. നമ്മുടെ ഓണാഘോഷങ്ങളുടെ ഭാഗമായി നമുക്കൊപ്പം വളരെ പ്രധാനപ്പെട്ട അതിഥികൾ ഇന്ന് ചേരുന്നുണ്ട്. സംസ്ഥാനത്തെ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ്, ഒപ്പം അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി, 2 മക്കൾ. ഇവരുടെ ഓണവിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഐശ്വര്യ പറഞ്ഞ പോലെ വൈബാണ് ഓണം. അതെ, ഓണം വൈബാണ്. നമുക്ക് മിനിസ്റ്ററെ പറ്റി പറയുകയാണെങ്കിൽ കൃഷിയെ പറ്റി, സാധാരണ ജനങ്ങളെ പറ്റി എല്ലാം അറിയാം. എന്നാലും ആദ്യം തന്നെ നമുക്കൊരു വൈബ് അറിയാനാണ്. ഈ സിനിമയൊക്കെ കാണാറുണ്ടാവും. ഏത് മൂഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും മിനിസ്റ്റർ? ഇല്ല, മിനിസ്റ്റർക്ക് അറിയില്ല. അപ്പൊ കുട്ടികൾ പറയും ഏത് മൂഡ്? അതാ ഓണം. അതാണ് വൈബ്. ഞങ്ങൾ നല്ല വൈബിലാണ്. മിനിസ്റ്റർ, ഓണമൊക്കെ എങ്ങനെയുണ്ട്? ഓണം വളരെ സന്തോഷകരമായ ഒന്നാണ്. ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിൻ്റെതേ ഉണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾ ആദ്യത്തെ ചോദ്യം കണ്ടില്ലേ, നമ്മൾ നിൽക്കുന്ന ഒരുപാട് തലമുറകളുടെ ഒരു അന്തരമുണ്ട്. ജനറേഷൻ സി കഴിഞ്ഞ് ജനറേഷൻ ആൽഫയാണ്. ഞാൻ ജനറേഷൻ സിക്കും പുറകിലുള്ള തലമുറയിലാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നില്ല. അപ്പോൾ ജനറേഷൻ ആൽഫയിലാണ് ഇവരെല്ലാം നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ തരത്തിൽ ഒരു വളരെ ആഘോഷങ്ങളിലേക്ക് അവരും നിൽക്കുന്നു. എല്ലാ തലമുറകളെയും കൂട്ടി യോജിപ്പിക്കാൻ ഓണത്തിന് കഴിയുന്നുണ്ടെന്നുള്ളതാണ് വലിയ പ്രത്യേകത. നിങ്ങളുടെ ആദ്യ ചോദ്യത്തിനും ഓണത്തിൻ്റെ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവരും പറയുമ്പോൾ അവരും ആ ഓണത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഞങ്ങളൊക്കെയും, ഞാനാണെങ്കിലും എൻ്റെ പഴയ ബാല്യ കൗമാര യൗവനങ്ങളിലെ ഓണത്തിനകത്താണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. പഴഞ്ചനായതുകൊണ്ടല്ല, വളരെയധികം മധുരതരമായ ഓർമ്മകളുള്ളത് ആ കാലത്താണെന്നുള്ളതുകൊണ്ടാണ്. മിനിസ്റ്റർ പറഞ്ഞല്ലോ ഓണത്തിന് ഒരുപാട് ഓർമ്മകളുണ്ടെന്ന്. ശരിക്കും പെട്ടെന്ന് ഓണം വരുമ്പോൾ ആദ്യമായിട്ട് മനസ്സിൽ വരുന്ന എന്താണ്? ഓണത്തിന് മനസ്സിൽ വരുന്നതെല്ലാം ഓണത്തിൻ്റെ കളികൾ, ആഘോഷങ്ങൾ, അതെല്ലാമാണ്. ഇത്രയും സന്തോഷം പകരുന്നൊരു സമയം നമ്മളൊരു ഈ ബാല്യ കൗമാര യൗവനത്തിൽ അത്രയും വരുന്നില്ല, പക്ഷെ ബാല്യത്തിലും കൗമാരത്തിലൊക്കെ നമുക്ക് അതിഭയങ്കരമായ സന്തോഷത്തിലേക്കാണ് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് ഈ ഓണം എത്തിക്കുന്നതെല്ലാം. അപ്പോൾ ആ വലിയ സന്തോഷത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഒന്ന്, പിന്നെ കളികൾ, മറ്റ് ആഘോഷങ്ങൾ, പിന്നെന്താ പറയുക, ഏറ്റവും പ്രധാനമായിട്ട് നല്ല ഭക്ഷണം കിട്ടുന്നൊരു സമയം. ഇതൊക്കെ ഇപ്പോഴത്തെ നമുക്ക് ഭക്ഷണത്തിനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല എന്നുള്ളതുകൊണ്ട് നമുക്കങ്ങനെ തോന്നില്ല. സദ്യ ഇപ്പം കടകളിൽ പോലും നമുക്ക് സദ്യ കിട്ടും. പണ്ടൊന്നും അങ്ങനെ ഒരു സദ്യ കടകളിൽ കിട്ടുകയില്ല. കല്യാണത്തിന് വിളമ്പുന്ന ഒരു സദ്യ നമ്മുടെ വീട്ടിൽ ഏറെക്കുറെ അതേപോലേക്ക് ഉണ്ടാക്കുന്നത് ഓണത്തിൻ്റെ അവസരത്തിൽ മാത്രമായിരിക്കും. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും മറ്റു ഉത്സവങ്ങളൊക്കെ വരുമ്പോഴാണ് ചിലയിടങ്ങളിലൊക്കെ അത് വരുന്നത്. എൻ്റെ വീട്ടിൽ അങ്ങനെയൊരു സദ്യ ഉണ്ടാകുന്നത് ഈ ഓണത്തിന് മാത്രമാണ്. അപ്പോൾ സദ്യ കഴിക്കുക എന്നുള്ളത് വലിയൊരു കൊതിയായിരുന്നു ആ കാലത്തല്ല. ഇപ്പോൾ നമുക്ക് ഹോട്ടലുകളിൽ പോയിട്ട് വേണമെങ്കിൽ 365 ദിവസം സദ്യ കിട്ടുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് അന്ന് ഓണക്കളികൾ, ഓണസദ്യ, ഓണക്കോടി, ഇതെല്ലാം അന്ന് വലിയ പ്രത്യേകതയായിരുന്നു. ആ സമയത്ത് മാത്രമാണ് പുത്തൻ ഉടുപ്പുകളൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് വരുന്നതാണ് നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഓർമ്മകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ മക്കളുടെ കാലം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ആൽഫ തലമുറയിലേക്ക് എത്തി. അപ്പോൾ ആൽഫ കഴിഞ്ഞു, പിന്നെ 2024 ബീറ്റയാണ്. മക്കളോട് ഇങ്ങനെ പഴയ ഓർമ്മകളൊക്കെ പങ്കുവയ്ക്കാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ അവരോട് പറയുന്നുണ്ടോ ഇങ്ങനെയാണ് ഞങ്ങളുടെ ഓണം, ഇങ്ങനെയായിരുന്നു, നിങ്ങളുടെ അത് മാറുകയാണെന്നൊക്കെ? അവർക്ക് അത്രയും കേൾക്കാൻ താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മളിങ്ങനെ അവരെ പിടിച്ചിരിച്ചിട്ട് ഞങ്ങളുടെ ഓണം ഇങ്ങനെയായിരുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം അവർക്ക് കേൾക്കുന്നൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ അവർക്കല്ല, അവർ പഴയ ലോകത്തല്ലല്ലോ അവർ ജീവിക്കുന്നതെല്ലാം. അവർ ജീവിക്കുന്നൊരു പുതിയ ലോകത്താണ് അവർ നിൽക്കുന്നതെല്ലാം. ആ ലോകത്തിന് നമ്മൾ പഴയതിൻ്റെ എല്ലാം കാര്യങ്ങൾ അവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്നുണ്ട്. പക്ഷേ ചരിത്രം അതാണ്, ഇന്നലാണെന്നെല്ലാം ചരിത്രമാണ്. അപ്പോൾ ചരിത്രം പക്ഷേ അവരൊന്ന് അറിയേണ്ടത് നല്ലതാണെന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. അഖില ഈ പറഞ്ഞതുപോലെ മിനിസ്റ്റർ സംസാരിക്കുന്നുണ്ട്, ഇതെല്ലാം കേട്ട് തലയാട്ടി ചിരിച്ചുകൊണ്ട് ആലോചിച്ചുകൊണ്ട് ഇരിപ്പുണ്ട്. ടീച്ചറാണ്, അധ്യാപികയാണ് ലൈല ചേച്ചി. മിനിസ്റ്റർ നന്നായി സംസാരിക്കുന്ന ഒരാളാണ്. ടീച്ചർ ക്ലാസ്സിൽ നന്നായി സംസാരിക്കും, നല്ല കുട്ടികളൊക്കെ വിരട്ടിയിരുത്തുന്ന ഒരു അധ്യാപികയാണെന്ന് എനിക്ക് തോന്നുന്നു. വളരെ സീരിയസ്. അമ്മ അങ്ങനെയാണോ? ഭയങ്കര സീരിയസ് ആണോ അമ്മ? ഇപ്പൊ ഭയങ്കര സീരിയസ് ആണ് അമ്മ. സ്കൂളിൽ സ്ട്രിക്റ്റ് ആണോ അമ്മ? വീട്ടിലും അങ്ങനെ തന്നെയാണോ അമ്മ ഭയങ്കര ചിരിച്ച് വളരെ സൈലന്റ് ആയി, ഒന്നും ഭയങ്കര നിശബ്ദമാണ്. വീട്ടിൽ നിശബ്ദമാണോ? അത് വൈബാണ് അമ്മ, വൈബാണ്. എങ്ങനെയുണ്ട് കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന ആളല്ലേ? അപ്പം ഓണസദ്യ, അമ്മ ഒരുക്കുന്ന ഓണസദ്യ എങ്ങനെയുണ്ട്? അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആളാണ്. ഓണസദ്യയൊക്കെ നല്ലവണ്ണം വെക്കും. പിന്നെ അച്ഛൻ നല്ലവണ്ണം പായസം ഉണ്ടാക്കും. മിനിസ്റ്റർ നന്നായി പായസം, ഇത് ആദ്യത്തെ അറിവാണ്. മിനിസ്റ്റർ ഏത് പായസമാണ് ശരിക്കും, ഏത് പായസമാണ് ഉണ്ടാക്കാറ്? പായസം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പം എല്ലാം പാക്കറ്റ് കിട്ടും, അതെടുത്ത് വെച്ചാൽ മാത്രം മതിയാവും. അതായിരിക്കും അവൾ പറയുന്നത് എനിക്ക് തോന്നുന്നു. ലൈന നല്ലോണം പാചകം ചെയ്യും, എല്ലാം ഒന്നുമില്ല. എങ്ങനെ
എങ്ങനെയുണ്ട് പി പ്രസാദ് എന്നൊരു ഹസ്ബൻഡ് എങ്ങനെയുണ്ട്? ഇപ്പൊ ഓണത്തിന് ഇപ്പൊ അധികം കിട്ടുന്നുണ്ടാവില്ലല്ലോ അല്ലെ, ഇപ്പൊ തിരക്കുകളൊക്കെ. തിരുവോണത്തിന് വീട്ടിൽ കൂടാണ് എല്ലാ തിരുവോണത്തിനും അങ്ങനെ ഈ മന്ത്രിയായതിനു ശേഷവും തിരുവോണത്തിന് കാണും. ഉച്ചവരെ എന്തായാലും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കാണും, പോയാലും അതിന് ശേഷമേ പോകത്തുള്ളൂ. ഈ ജനങ്ങളോട് ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ജനനേതാവാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ കിട്ടുന്നില്ല എന്ന പരാതി അല്ല, ഇപ്പൊ പരാതിയൊന്നുമില്ല. കാരണം ഉണ്ടായിരുന്നു. അതൊരു ശീലമായി മാറിയോ പിന്നെ പരാതിപ്പെട്ടിട്ട് കഥയില്ലല്ലോ. എങ്ങനെയുണ്ട്? അച്ഛൻ വഴക്ക് പറയാറുണ്ട് അതോ അച്ഛൻ തിരക്കായതുകൊണ്ട് ഒന്നും അങ്ങനെ ഇടപെടാറില്ല? അല്ലോ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, എങ്ങനെയാണ്? ഇടപെടാറുണ്ട്, പിന്നെ തിരക്കാണ്. ഞാൻ കാണുമ്പോൾ തൊട്ട് ഇങ്ങനെയാണ്. നിങ്ങൾ ചെറിയ കുറച്ച് 4 വർഷം മുമ്പാണല്ലോ മന്ത്രിയായി വരുന്നതൊക്കെ, അപ്പോൾ കുറച്ചുകൂടി തിരക്കിലേക്ക് നിങ്ങൾ ശരിക്കും അങ്ങ് മാറി, അങ്ങനെയാണോ? അല്ല, അതിന് മുന്നേ മന്ത്രിയാവുന്നതിന് മുന്നേ ഇതേപോലത്തെ തിരക്കായിരുന്നു. മിനിസ്റ്റർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അറിയില്ല, മിനിസ്റ്റർ അറിയപ്പെടുന്നത് ഈ പി പ്രസാദ് എന്ന് പറയുന്നത് ചില ആളുകൾ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ആൾക്കാർ കൂട്ടിച്ചേർക്കുന്നത് പരിസ്ഥിതി പ്രസാദ് എന്നാണ്. അത് കേട്ടിട്ടുണ്ടാവും എന്നാണ് വിശ്വാസം. അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അതായത് പരിസ്ഥിതിയെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരാളാണ്. അത്തരം വിളികളെയൊക്കെ ഒരു അഭിമാനം തോന്നാറുണ്ട് അല്ലേ? അത് നമ്മളൊക്കെ ഈ സമൂഹം തന്നെ നമ്മൾ രൂപപ്പെടുത്തി എടുക്കുന്നതാണ്. അങ്ങനെയെല്ലാം ഒരു പേരിടുന്നതിൽ മാത്രമല്ല, നമ്മൾ എന്തുകൊണ്ട് അതിനകത്തേക്ക് ഇങ്ങനെ ഒരു നിലപാടാവുന്നു. നമ്മൾ വായിക്കുകയും നമ്മൾ കേൾക്കുകയും അറിയുകയും പിന്നെ കാണുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്ത ചില കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ചില നിലപാടുകൾ എടുക്കണമെന്ന് നമുക്ക് തോന്നുകയാണ്. അപ്പോൾ നമുക്ക് ആ തോന്നലുണ്ടാക്കിയത് നമുക്ക് മുമ്പെയൊക്കെ നടന്നു പോയ ചില ആൾക്കാരുടെ തീരുമാനങ്ങളും അവരുടെ നിലപാടുകളും അവരുടെ ഇടപെടലുകളുമായിരുന്നു. ശരി, നമ്മളെ സംസ്ഥാനത്തിൻ്റെ കൃഷിമന്ത്രിയാണ് നമ്മുടെ ഇപ്പോൾ ഉള്ള. ഓണത്തിന് ശരിക്കും പറഞ്ഞാൽ കാർഷിക വിപണിക്ക് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മുടെ ആളുകളൊക്കെ കുറച്ചുകൂടി സ്വയം പര്യാപ്തത അല്ലെങ്കിൽ കൃഷിയിലേക്കൊക്കെ കൂടുതൽ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മളൊരു പൂർണ്ണമായി നമുക്ക് അങ്ങനെ ആകാൻ കഴിയുമോ ഇനിയുള്ള വളരെ പെട്ടെന്ന് നമുക്ക് അതിലേക്ക് എത്താൻ പ്രയാസമായിരിക്കും. പക്ഷേ നമുക്ക് കേരളത്തിൽ ഒരു നല്ലൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ ഒരു കാർഷിക മേഖലയിലെ വളർച്ച 2.1 ആയിരിക്കുമ്പോൾ നമ്മൾ കേരളത്തിൽ 23-24 10 കൊല്ലത്തെ കണക്കെടുമ്പോൾ 23-24 നല്ലൊരു വളർച്ച ഉണ്ടായ സമയമാണ്. എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അത് പറയുന്നുണ്ട്. നമുക്കൊരു 4.65 നമുക്ക് എത്താൻ കഴിഞ്ഞു. അതൊരു ചെറിയ കാര്യമല്ല, ഒരു വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അത് എല്ലാവരുടെയും കൂടെ ഇടപെടലാണ്. സർക്കാരിൻ്റെ ഇടപെടൽ മാത്രമല്ല, അത് വ്യക്തികൾ ഇടപെടുന്നുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇടപെടുന്നുണ്ട്. ഇപ്പോൾ കൃഷിക്കൂട്ടങ്ങൾ, നമ്മുടെ സഹകരണ സ്ഥാപനങ്ങൾ, പല ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ, ഇവരൊക്കെയും മത സാമുദായിക സംഘടനകൾ, മഠങ്ങൾ, ഇതൊക്കെയും കാർഷിക മേഖലയിലേക്ക് ഇടപെടുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം അമൃതയിൽ കണ്ടതാണ്, പിന്നെ മഠത്തിൽ കണ്ടതാണ്. എത്ര കപ്പയാണ് അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെയൊക്കെ ഒരുപാട് ഇടപെടലുകൾ ഇതിൻ്റെ ഭാഗമായിട്ട്, അപ്പോൾ ഇങ്ങനെയുള്ള ഇടപെടലുകളുടെ ഭാഗമായിട്ട് കൃഷിയിലൊരു താല്പര്യം ഉണ്ടാകുന്നുണ്ട്. ആ താല്പര്യമാണ് മണ്ണിൽ പ്രതിഫലിച്ചത്. ഈ കൃഷിയുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ചേച്ചി അങ്ങനെ ഇരിപ്പുണ്ട്. അതായത് അധികം ഒന്നും മിണ്ടുന്നില്ല. മിനിസ്റ്റർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഈ കൃഷിയിടവും അടുക്കളയും തമ്മിൽ വേണ്ട ഒരു നാഭീനാള ബന്ധമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവിടുത്തെ കാര്യം എടുക്കുകയാണ്. ഇവിടുത്തെ ഞാൻ വന്നപ്പോഴേക്കും നമ്മൾ ചുറ്റും നടന്നത് കണ്ടു. അതായത് ചീരകൃഷിയുണ്ട്, പടവലമുണ്ട്, പാവലുണ്ട്. ഇതൊക്കെ ആരാണ് ഇതൊക്കെ നോക്കുന്നത്? ഈ സമയമില്ലാത്ത സമയത്ത് എങ്ങനെയാണ് ഇതൊക്കെ പരിപാലിക്കാൻ സമയം കിട്ടുന്നത്? എല്ലാവരും നോക്കും. ശരിക്കും പറയാന് ഒരുപാട് പേരുണ്ട് ഇവിടെ. അപ്പം എല്ലാവരും നോക്കും. ഇവിടുത്തെ പച്ചക്കറിയൊക്കെ അടുക്കളയിലെടുക്കും, അടുത്തുള്ളവർക്ക് കൊടുക്കും, എല്ലാം ചെയ്യും. മലയാളം അധ്യാപികയാണ്. ചോദിക്കുന്നതൊക്കെ 1 വേർഡ് ആൻസറാണ്. എന്നാൽ പിന്നെ മലയാളത്തിലൊരു പദ്യം ചൊല്ലാം, അത് നടക്കും. കുറച്ച് സംസാരിച്ച് കേൾക്കണമെങ്കിൽ പദ്യം ചൊല്ലലേ നടക്കുള്ളൂ. സിനിമാ പാട്ട് എന്തായാലും പിള്ളേർക്ക് കൊടുക്കാം, പിള്ളേർ സിനിമ പാട്ട് പാടട്ടെ. പക്ഷേ ഒരു പദ്യം ചൊല്ലാൻ ചുള്ളിക്കാടിന്റെ അന്നോ എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്, ഓണമായിട്ട് ചേർത്ത്. തൃശിവ പേരൂർ പൂരപ്പറമ്പു കടന്നു ഞാൻ, പൊട്ടിയ വയറുമായി ഉച്ചയ്ക്കു കേറിച്ചെന്നു, ഇത്ര മാത്രമേ ബാക്കി എന്നോടി പൈലോപ്പില്ലി, ഇത്തിരി ചോറും മോരും ഉപ്പിലിട്ടതും തന്നു. ഞാനുണ്ണുന്നതു നോക്കി നിൽക്കവേ മഹാകവി താനറിയാതെ കുറച്ചുറക്കെ പറഞ്ഞുപോയി, ആരു പെറ്റതാണാവോ പാവമീ ചെറുക്കനെ, ആരായിലെന്താ പെണ്ണിൻ ജാതകം മഹാകഷ്ടം. എനിക്കു ചിരി വന്നു, ബാഹുക ദിനമുന്തി കഴിക്കും അവിടുത്തെ ജാതകം ബഹുകേമം.
കൂടൽ മാണിക്യത്തിലെ സദ്യ നീ ഉണ്ടിട്ടുണ്ടോ? പാടി ഞാൻ പുകഴ്ത്തിടാം എങ്കേ മമാ പുളിങ്കറി. അപ്പോഴെൻ മുന്നിൽ നിന്നും മാഞ്ഞുപോയി വൈലോപ്പിള്ളി. മറ്റൊരു ചിത്രം മുന്നിൽ തെളിഞ്ഞു പറഞ്ഞു ഞാൻ. വങ്കസാഗരത്തിൻ്റെ കരയിൽ അന്തിക്കു സന്ധ്യതൻ ചുടലവെന്തടങ്ങും നേരത്തിങ്കൽ ബന്ധുക്കൾ മരിച്ചവർ കന്തിമാനമായി വച്ച മൺകുടത്തിലെ ചോറ് തിന്നതും ഞാൻ ഓർക്കുന്നു. എന്താണ് ലൈന ടീച്ചർ സംസാരിക്കാൻ കുഴപ്പമില്ലല്ലോ, നമുക്ക് കവിത അധ്യാപിക ക്ലാസ്സിൽ ഇങ്ങനെ പാടുമ്പോ നമ്മളിങ്ങനെ പണ്ട് ഒറ്റ സംശയം ഉള്ളത്, ബിരുദം ഗണിതമാണ്, ഇവിടെ മലയാളമാണ്. ഈ ഗണിതവും മലയാളവും തമ്മിലുള്ള ഒരു കെമിസ്ട്രി എങ്ങനെയാണ് ഉണ്ടായത്? ഉണ്ടാവും. ഗണിതവും മലയാളവും തമ്മിലല്ലോ, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അതെങ്ങനെയുണ്ട് ആ ഒരു കെമിസ്ട്രി? എങ്ങനെയാണ്? കുഴപ്പമില്ല. മക്കളോടാണ്, രണ്ടുപേര് ഇതെല്ലാം കേട്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഈ രണ്ടുപേര് വീട്ടില് ഈ രണ്ട് വിഷയം സംശയം വരുമ്പോ ഇവർ തന്നെയാണോ തീർത്തു തരാറ്? മലയാളം അമ്മ തീർത്തു തരും, അച്ഛനോട് ചോദിക്കാൻ ഇതൊരു അവസരം കിട്ടിയിട്ടില്ല. അതെന്തുകൊണ്ട് മിനിസ്റ്ററെ സംശയം തീർത്തു കൊടുക്കാത്തത്? മിക്കവാറും അവർക്ക് ആ സമയത്ത് ഞാൻ ഉണ്ടാവില്ല എന്നുള്ളതാണ് എന്റെ വലിയ രസം. എന്താണ് അരുണ, അൽമിത്ര, പേര് അൽമിത്ര അങ്ങനെ ഇടാൻ എന്താ കാര്യം? ഖലീൽ ജിബ്രാന്റെ കഥാപാത്രമാണ് അൽമിത്ര, പ്രവാചകനകത്തെ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും ജിബ്രാൻ വളരെ താല്പര്യമുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഈ അൽമിത്ര വന്നു. പിന്നെ അരുണയും നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടൊരു പ്രധാനപ്പെട്ടൊരു വനിതയായിരുന്നു. അവർ പിന്നീട് അസഫ് അലി വിവാഹം അരുണ അസഫ് അലി എന്നായിരിക്കും ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അരുണ ഇങ്ങനെ നല്ലൊരു പേരായിട്ടാണ് ഈ അരുണ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് രണ്ടും ഞങ്ങൾ ചേർത്തിട്ടാണ് അരുണ അൽമിത്ര എന്നാക്കിയത്. ഈ ഭഗത്ത് ഇതെല്ലാം കേട്ടോണ്ടിരിപ്പുണ്ട്. ഞാൻ ആദ്യം ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഏത് മൂഡ്? അതിൽ ആദ്യം ഭഗത്താണ് അവിടുന്ന് ഉത്തരം പറഞ്ഞത്. ഭയങ്കര സൈലന്റ് ആണെങ്കിലും ആള് വൈബ്രന്റ് ആണെന്ന് തോന്നുന്നു. കാരണം ആ ഉത്തരം അവിടെ നിന്നാണ് ആദ്യം വന്നത്. അച്ഛൻ സംസാരിക്കുന്ന മുഴുവൻ കേൾക്കുന്നുണ്ട്. ശ്രദ്ധിച്ചോ ഐശ്വര്യ? ശ്രദ്ധിച്ചോ? ഭഗത്ത് ഇങ്ങനെ ആളിപ്പോ സൈലന്റ് ആയി ഇരിക്കുകയാണെങ്കിൽ ക്ലാസ്സിൽ പൊളി മൂഡാണ്, വൈബാന്നൊക്കെ എനിക്ക് തോന്നുന്നു. അങ്ങനെ തന്നെ അല്ലേ? അല്ലേ? കാരണം കൂട്ടുകാരൊക്കെ ഇത് കാണുന്നുണ്ട്. അപ്പൊ അല്ലെന്നൊന്നും പറയുന്നത്. ഈ അച്ഛൻ മിനിസ്റ്റർ ആണ്, അതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സിലൊക്കെ കയറി ചെല്ലുമ്പോ മിനിസ്റ്ററിന്റെ മോൻ വരുന്നു, അങ്ങനെയൊക്കെയുള്ള പദവി അങ്ങനെ ഇല്ല, സാധാരണ പോലെ തന്നെ. ആദ്യമായിട്ട് അച്ഛൻ മിനിസ്റ്റർ ആയ സമയത്ത് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നോ? അങ്ങനെ അധികം ആർക്കും അറിയത്തില്ലായിരുന്നു. ഇപ്പോഴും അറിയില്ല? ഇപ്പോഴും അറിയാവുന്നവരുണ്ട്, എന്നാലും. അപ്പൊ പറയൂ, അച്ഛനോട് പറഞ്ഞ ഒരു അവധി എങ്ങനെയെങ്കിലും, മഴ പെയ്യാണ്, അച്ഛൻ വിചാരിച്ച അവധി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ കുട്ടികൾ എപ്പോഴെങ്കിലും? ആ, ഇടയ്ക്ക് പറയാറുണ്ട്. ഞാൻ പറഞ്ഞ അച്ഛൻ ചോദിച്ചിട്ട് കാര്യമില്ല, കളക്ടറിനോട്. അരുണയോട് അങ്ങനെ പറയാറുണ്ട്? കൂട്ടുകാരികളൊക്കെ എന്താ പറയാ സ്കൂളിൽ ചെല്ലുമ്പോഴേക്കും? ആദ്യം ഞാൻ പറയാറുണ്ടായിരുന്നു, ഇപ്പം കുഴപ്പമില്ല. ടീച്ചേഴ്സൊക്കെ എങ്ങനെ സംസാരിക്കുമോ? ഇങ്ങനെ ആദ്യം വന്നപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ടായിരുന്നു. എൻ്റെ സ്കൂളിൽ തന്നെയാണ് എം.ബി. രാജേഷ് മന്ത്രിയുടെ മോള് പഠിക്കുന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ചോദിക്കാറൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാവർക്കും പരിചിതമാണ്. അമ്മ അതേ കവിത പാടി. അപ്പോൾ ഞാൻ കവിത പിടിക്കുന്നില്ല, പെട്ടെന്നൊരു സിനിമാ പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അറിയായിരിക്കും. സ്കൂളിൽ ഓണാഘോഷമൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഏത് പാട്ട് പാടും? പെട്ടെന്ന് പാടാൻ പറഞ്ഞു. എന്നുവെച്ചാൽ പാട്ടൊക്കെ പാടില്ലേ? കേട്ടിട്ടില്ല. മോൻ പാടും? ഞാൻ പാടും. അതെന്താ? എനിക്ക് അങ്ങനെ പാട്ടും. അതെ, അമ്മ അതേ കവിത പാടി. ഇതിന്റെ കവിതയാവട്ടെ. എനിക്ക് അത് എന്തിലാ കൂടുതൽ ഇൻട്രസ്റ്റ്? സ്പോർട്സിലാണോ? സ്പോർട്സിൽ. ഏതായിട്ടാ? ക്രിക്കറ്റ്. ആരാ പാട്ട് പാടാൻ? മോളാണോ? എനിക്കൊന്നും അറിയില്ല ഇപ്പം. അപ്പൊ കുറച്ച് സമയം തന്നു കഴിഞ്ഞാൽ മോൾ എന്തായാലും പാട്ട് പാടും. അപ്പോൾ നമുക്ക് മിനിസ്റ്ററിലേക്ക് പോവാം. ടീച്ചറിന്റെ കവിത കേട്ടാണോ വീണത്? അല്ലല്ല, ഞങ്ങൾ രണ്ടാളും ഒന്നുകൂടെ അതിലേക്ക് അല്ല, അല്ലാതെ ടീച്ചറിന്റെ കവിത കേൾക്കാൻ അവസരം നമ്മൾ അമൃത TV പിന്നെ ഇല്ല. അവളിങ്ങനെ ഇടയ്ക്ക് കൊച്ചു കൊച്ചു വരികളൊക്കെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് ഇങ്ങനെ അടുക്കളയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഷട്ടിലടിക്കുന്നത് കാണാറുണ്ട്. കുറച്ച് നീളത്തിൽ പാടുന്ന നീളത്തിൽ അങ്ങനെ പൂർത്തിയാക്കി ഇങ്ങനെ ഒന്ന് കവിത ചൊല്ലുന്ന ആദ്യമായിട്ട് കേൾക്കാം. ശരി, അപ്പൊ ടീച്ചറിന്റെ കവിതയ്ക്ക് എത്ര മാർക്ക് ഇടും പാടിയതിന്? ഒന്നിച്ച് ഇനിയും ജീവിക്കണ്ടല്ലേ, മാർക്കും. അപ്പൊ അതുപോലെ മിനിസ്റ്റർ എങ്ങനെ പാടും? എത്ര നന്നായി ഒത്തിരി വായിക്കുന്നൊക്കെ ആളല്ലേ? കവിതയൊക്കെ ഇഷ്ടമാണ്. ലൈന അരുണ വായിക്കും. ഇവർ രണ്ടാൾക്കും അമ്മണി വായിക്കും. ഭഗത്ത് വായിക്കാൻ ഇച്ചിരി പുറകോട്ടാണെന്ന് തോന്നിയിട്ടുണ്ട്. വായിക്കുന്നുണ്ടോ? എല്ലാം ഒന്നും വായിക്കും.
മോൻ സത്യസന്ധനാണ്. അവൻ പറഞ്ഞു എല്ലാവരും വായിക്കില്ല, അവന്റെ ഒരു ഇഷ്ട മേഖല വേറെ. പുറകിലാണ് അക്കാര്യത്തിനകത്ത്. ഈ കവിതയൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെ ഞാൻ ചൊല്ലിയാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെ എപ്പോഴെങ്കിലും ഒക്കെ തോന്നിയിട്ടുണ്ടോ? ചൊല്ലിയ നന്നായിരിക്കും, ഇപ്പൊ ചൊല്ലും. എനിക്ക് അങ്ങനെ ഏത് അങ്ങനെയൊന്നുമില്ല. കുമാരനാശാന്റെ കവിതകളൊക്കെ ഇങ്ങനെ അതെ, അപ്പൊ അത്രേ ഉള്ളൂ കുമാരനാശാന്റെ കവിത. ഓക്കെ, ഞങ്ങൾ റെഡിയാണ് കേൾക്കാൻ. ചിന്താവിഷ്ടയാസ്ഥിതി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കവിതയാണ്. ആശാൻ അതിമനോഹരമായി അത് എഴുതിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. സുധർമാമുനിയോടയോധ്യയിൽ ഗതരായോരളവന്നൊരന്തിയിൽ അതിചിന്ത വഹിച്ചു സീത പോയി സ്ഥിതി ചെയ്താളുടജാന്തവാടിയിൽ. അരിയോരണി പന്തലായി സതിക്കൊരു പൂവാക വിദർത്ത ശാഖകൾ മറന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു 3 പേരും ആ കവിതകൾ അവർക്ക് 3 പേർക്കും കുറച്ച് പുറകിലോട്ടാണെങ്കിലും നമ്മൾ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്ന ആൾക്കാരാണ്. ഓണം നാട്ടിൽ ആഘോഷിക്കാൻ പറ്റാതെ മിസ് ചെയ്ത ഒരുപാട് കാലം ഉണ്ടായിരുന്നിരിക്കില്ലേ? ഇപ്പോൾ അമ്മയൊക്കെ ആയിട്ട് മിസ്റ്റർ അമ്മയുമായി വളരെ അടുപ്പം സൂക്ഷിക്കുന്ന ആളായിരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു മിസ്സിങ് ഫീൽ ചെയ്തിട്ടുണ്ടോ? എല്ലാ വീട്ടിലും ഈ ഓണത്തിൻ്റെ ആഘോഷങ്ങളെ ഏറ്റവും കൂടുതൽ അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന ആ വീട്ടിലെ സ്ത്രീ ആയിരിക്കും. സദ്യവട്ടങ്ങളെല്ലാം ഒപ്പിക്കുക, കുഞ്ഞുങ്ങൾക്കുള്ള തുണികളെല്ലാം എടുക്കുക, ബാക്കിയുള്ളവരെല്ലാം ഒരുക്കുക, വീടെല്ലാം അടിച്ച് തൂത്തുവാരി വൃത്തിയാക്കുക, മുറ്റമെല്ലാം റെഡിയാക്കി വെക്കുക, ഇതെല്ലാം ചെയ്യേണ്ടത് ഒരു അമ്മയുടെ ഉത്തരവാദിത്വം. എൻ്റെയൊക്കെ ബാല്യകാലത്ത് വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് അമ്മ ഓണം ഒരുക്കാൻ വേണ്ടിയിട്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിന് അപ്പുറത്തേക്കാണ്. ഓണം ആകുമ്പോഴേക്കും നമ്മളിപ്പോൾ പറയും ചിങ്ങം വരവറിയിച്ചുകൊണ്ട് പൂക്കൾ പൂത്തു. ഞാനിപ്പോൾ ആലോചിക്കുന്നുണ്ട് എൻ്റെ അമ്മയുടെയൊക്കെ മനസ്സിലപ്പോൾ എന്തൊരു ആദിയും കൂടെ ആയിരിക്കും. നാടോടുമ്പോൾ നടുവേ ഓടണ്ടേ, എല്ലാ വീട്ടിലെയും കുഞ്ഞുങ്ങൾ പുത്തനെടുപ്പുകൾ ഇടുന്ന അവസരത്തിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അത് ഒപ്പിച്ച് എത്തിക്കണ്ടേ, എല്ലാ വീട്ടിലും സദ്യ ഒരുക്കുമ്പോൾ എൻ്റെ വീട്ടിൽ ഒരുങ്ങണ്ടേ. അപ്പോൾ ഇതെല്ലാം സംഘടിപ്പിക്കുക എന്നുള്ളത് വലിയ പ്രയാസമായിരുന്നു. അന്നൊക്കെ ആ ബുദ്ധിമുട്ടുണ്ട്. ഇന്ന് പറഞ്ഞാൽ അങ്ങനെ ഒറ്റപ്പെട്ട തുരുത്തുകളാണല്ലോ, പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും ഒക്കെ ഒരു ഒറ്റപ്പെട്ടങ്ങളിലേക്കെല്ലാം മാറിയിട്ടുണ്ട്. പക്ഷെ അന്ന് പൊതുവിൽ ഒരു നാട്ടിൻപുറങ്ങളിൽ സാധാരണ കുടുംബങ്ങളിൽ അത്തരം പ്രയാസങ്ങളുള്ള ഒരു കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് അങ്ങനെയുള്ള ഒരുപാട് ത്യാഗം എൻ്റെ അമ്മയും ഓണത്തിൻ്റെ കാര്യത്തിന് വേണ്ടി സഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ ലൈന ടീച്ചറിലേക്ക് വരുമ്പോൾ ലൈന ടീച്ചറും അത്തരം ഒന്നാമത് മിനിസ്റ്റർ നല്ല തിരക്കാണ്. മിനിസ്റ്റർ ആവുന്നതിന് മുൻപ് നല്ല തിരക്കുള്ള ആളായിരുന്നു. കാരണം ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ ലൈന ടീച്ചറും ഇത്തരത്തിലുള്ള ഈ 2 മക്കളെ വളർത്തുക എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുക, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുക, ഓർത്ത് ചെയ്യുക. അപ്പോൾ ടീച്ചറും അതുപോലെ തന്നെ അത്രയും ഇല്ലെങ്കിലും ഈ കാലത്തിൻ്റെതായ എല്ലാ ബുദ്ധിമുട്ടുകളും അവൾക്കും അനുഭവിച്ചു. വീടിനകത്തേക്ക് ഇതെല്ലാം ഒരുക്കേണ്ട ഒരു ഉത്തരവാദിത്വമൊക്കെ അവളിലേക്ക് വന്നിരിക്കുന്നില്ല. പലപ്പോഴും നമുക്ക് ഷെയർ ചെയ്യാൻ പോലും ചിലപ്പോൾ പറ്റത്തില്ല. ചിലപ്പോൾ നമ്മളതിനാവശ്യമായി ചിലപ്പോൾ പൈസ കൊടുക്കുന്നുണ്ടാവും, അതുകൊണ്ടൊരു ഇതില്ല. അതുകൊണ്ട് വേണമെങ്കിൽ എനിക്ക് പറയാം, ഞാൻ തരുന്നതുകൊണ്ടല്ലേ നീ ഇതെല്ലാം ചെയ്യുന്നതെന്ന് ചോദിക്കാം. ആ ചോദ്യം ഞാൻ അവൾ ചെയ്യുന്ന ഒരു കാര്യത്തെ ഒന്ന് അടക്കി നിർത്താനും നീ ചെയ്യുന്ന വലിയ ആനക്കാര്യമൊന്നും അല്ല എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയുമുള്ള എൻ്റെ ഒരു വ്യഗ്രതയുണ്ടാവും. അതിനു വേണ്ടിയുള്ള ഉപയോഗിക്കുന്നൊരു വാക്കാണത്. ഞാൻ തരുന്നതുകൊണ്ടല്ലേ, അപ്പോൾ ശരി എല്ലാം ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നൊക്കെ ഒരു ആജ്ഞാപിക്കുമ്പോൾ, പക്ഷെ അതെല്ലാം ചെയ്യാൻ ഒരു നല്ല ഒരു ധനകാര്യ മാനേജ്മെൻറ്റ് വൈദഗ്ധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. അത് പണം കൂടുതലുണ്ടായാലും പണം കുറച്ചുണ്ടായാലും എല്ലാം അവിടെ എല്ലാം ഒരു നല്ല ഒരു ധനകാര്യ മാനേജ്മെൻറ്റ് വിദഗ്ധയാവും ഒരു വീട്ടമ്മ എന്ന് പറയുന്നത്. അമ്മ എന്നതിൽ നിന്ന് വീട്ടമ്മ എന്നൊരു മാറ്റമുണ്ട്. അല്ല, ഒരമ്മ ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ തന്നെ ഒരാൾ അമ്മയായി മാറും. പക്ഷെ ഒരു വീട്ടമ്മ എന്ന് പറയുമ്പോൾ ഒരു ധനകാര്യ മാനേജ്മെൻറ്റ് വിദഗ്ധ കൂടിയാവുകയാണ്. ധനകാര്യവും അതുപോലെ തന്നെ ക്രമസമാധാനവും ഒക്കെ നോക്കുന്ന ടീച്ചറാണ്. എല്ലാം നോക്കും. ധനകാര്യം, ആഭ്യന്തരം, അല്ലേ, വിദ്യാഭ്യാസം, കായിക വകുപ്പ്, ആരോഗ്യം, ഇതെല്ലാം ക്രമപ്പെടുന്നില്ലെങ്കിൽ അവൾ കായിക വകുപ്പിന്റെ ആളാവും. മക്കളോടാണ് അച്ഛൻ വളരെ സിമ്പിളായി ജീവിക്കുന്ന ഒരാളാണ്. അച്ഛൻ സാധാരണ ചപ്പലൊക്കെ ഇട്ടാണ്, അത് വാർത്തകളിലൊക്കെ ഇടം നേടിയതാണ്. ഈ മന്ത്രിയായ സമയത്ത് അച്ഛനോട് പറഞ്ഞിട്ടുണ്ടോ അച്ഛൻ നമുക്ക് കുറച്ചൊന്ന് മാറിപ്പിടിക്കാം, കുറച്ച് മോഡേൺ ആവാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അച്ഛൻ എങ്ങനെ നടക്കണം എന്നുള്ളത് അച്ഛൻ്റെ ഇഷ്ടമല്ലേ. മാറ്റങ്ങളൊന്നും അച്ഛൻ അങ്ങനെ തന്നെ മതി, അതാണ്. അങ്ങനെ വേറെ വസ്ത്രത്തിൽ അങ്ങനെയുള്ള കാര്യത്തിലൊന്നും പറഞ്ഞിട്ടില്ല. സാർ, എന്തെങ്കിലും വിമർശനങ്ങൾ കുടുംബത്തിൽ തന്നെ ഉണ്ടാവാറുണ്ടോ? പറയാറുണ്ട്. ഇവരൊക്കെ പലപ്പോഴും പല കാര്യങ്ങൾക്കകത്തും അഭിപ്രായങ്ങൾ അവരുടെ പറയാറുണ്ട്. ഭഗത്താണെങ്കിൽ നേരത്തെ കുറച്ചുകൂടി അവനിങ്ങനെ മിങ്കിൾ ചെയ്ത് വരുമായിരുന്നു. ക്രിക്കറ്റാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വേറൊരു മേഖലയിലേക്കാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്.
ക്രിക്കറ്റ് ഗെയിം കളിക്കുക. അതായത് നമ്മൾ ഈ സാധാരണ വീട്ടിൽ കാണുന്ന എല്ലാ സ്വഭാവങ്ങളുള്ള നല്ലൊരു ചെറുപ്പക്കാരനാണ് ഭഗത് എന്ന് പറയുന്നത് അല്ലേ? കാരണം അങ്ങനെ തന്നെയാണ്, നമ്മൾ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് വേണ്ടത് അല്ലേ? മാറ്റങ്ങളൊന്നും പാടില്ല. അതെ അതെ. ഇപ്പോൾ മോൻ പ്ലസ് ടു ആണ്. അപ്പോൾ അച്ഛൻ ഈ പരിസ്ഥിതി അതുപോലെ തന്നെ ഈ കൃഷി അതൊക്കെയാണ് താല്പര്യം. അമ്മ മലയാളം അധ്യാപികയാണ്. അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് എന്താണ് മോൻ്റെ മനസ്സിൽ എന്താണ്? എന്റെ ഇത് വേറെ വഴി. ഇത് രണ്ടും അല്ല, ഇത് രണ്ടും സ്വാധീനം. മോളെന്താ, എങ്ങോട്ടാണ് ഇനി 10 കഴിഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞാൽ എന്താണ് മനസ്സിലൊരു ഐഡിയ ഉണ്ടാവുമല്ലോ? കുറെ ആഗ്രഹങ്ങളുണ്ട്, അതിനി ആവുന്നതല്ലേ ഉള്ളൂ, അപ്പം തീരുമാനിക്കാം. രാഷ്ട്രീയം ഇഷ്ടമാണോ? അങ്ങനെ അതാണ്. ഇഷ്ടമാണ്, ഇഷ്ടമല്ലെന്നല്ല, ഇഷ്ടമാണ്. പക്ഷേ ഇങ്ങനെ മൊത്തത്തിൽ അതിലായിട്ട് അങ്ങനെ നിൽക്കാൻ എനിക്ക് ലൈക്ക് അത് എൻ്റെ ഇതാണ്, എൻ്റെ പേഴ്സണൽ ഇതാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ അകത്ത് മൊത്തത്തിൽ അങ്ങനെ നിൽക്കാനും അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ലൈക്ക് വിവാദം വരുമ്പോഴും അങ്ങനെ വരുമ്പോഴും എല്ലാം ഞാനും ഇങ്ങനെ ഇരുന്ന് നോക്കാറുണ്ട്. പക്ഷെ അച്ഛൻ രാഷ്ട്രീയ പ്രവർത്തകൻ, മന്ത്രി എന്ന നിലയിൽ എത്ര മാർക്ക് കൊടുക്കും? ഞാനായിട്ടല്ലല്ലോ കൊടുക്കുന്നത്. എനിക്കിപ്പോൾ അതിൻ്റെ ഒരു 10-ൽ 1 പോലും അറിയത്തില്ല. വളരെ പക്വതയോടുകൂടി വളരെ നൈസായിട്ട് ഉത്തരം പറഞ്ഞു. അഖില, ഇതാണ് മിനിസ്റ്റർ പി പ്രസാദും കുടുംബവും. നമ്മൾ ഒരുപാട് ഓണവിശേഷങ്ങളും എല്ലാ വിശേഷങ്ങളും നമ്മൾ അറിഞ്ഞു. ഒറ്റ കാര്യം കൂടി, ഇവർ രണ്ടുപേരും ഇപ്പൊ സൈലന്റ് ആണ്. വീട്ടിലെങ്ങനെയാണ്? ചേട്ടനും അനിയത്തിയും നല്ല വൈബാണോ? വളരെ സൈലന്റ് ആയിട്ട് 3 അഭിനയിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും മോളുടെ പാട്ടോട് കൂടി ഞങ്ങൾ എല്ലാവരും ഒപ്പമുണ്ട് പാടാനായിട്ട്. 4 വരി റെഡി അല്ലേ? ഒരുമിച്ച് തുടങ്ങാം. ഓക്കെ. തിരുവാവണിരാവ് മനസാകിലാവ് മലരോടപ്പാട്ട് മാവൻ കൊമ്പേറുന്നൊരു പൂവോ. ഇതിപ്പോ എന്റെ പാട്ടായി മാറും. എന്തായാലും ഞാനിരുന്ന് പാടേണ്ടി വരും. ഞാൻ തന്നെ ചോദിച്ച് ഞാൻ തന്നെ പാടേണ്ടി വരും. എന്തായാലും എനിക്ക് പാട്ട് അറിഞ്ഞൂടാത്തത് കൊണ്ടും അഖിലേക്ക് പാടാൻ തീരെ അറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ പാട്ടിപ്പോൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഏതായാലും വളരെയധികം നന്ദി സർ. ഇത്രയും സമയം നമ്മളിപ്പം എല്ലാ ഓണവിശേഷങ്ങളും എല്ലാ കാര്യങ്ങളും കുടുംബവിശേഷങ്ങളും ഒക്കെ പറഞ്ഞതിന് വളരെയധികം നന്ദി. ഇന്നലകളുടെ ഓണമാണ് എല്ലാവരുടെയും മനസ്സിലുള്ളത്. എൻ്റെയും മനസ്സിലിരിക്കുന്നത് പൂത്തു വിടർന്നു നിൽക്കുന്നത് ഇന്നലകളിലെ ഓണം തന്നെയാണ്. അത്തം പറക്കുമ്പോൾ തന്നെയും ആഘോഷങ്ങൾ വലിയ ഒരു ഇതിലേക്ക് എത്തും. തിരുവോണം എത്തുമ്പോഴേക്കും അതിൻ്റെ മൂർധന്യാവസ്ഥയിലായി. ഇങ്ങനെ ഗൃഹാതുരത്വത്തോടു കൂടി ലോകത്തെവിടെയും നിന്നും മലയാളി ആഘോഷിക്കുന്ന വേറെ ഒരു ആഘോഷവും ഇല്ല എന്ന് തന്നെ പറയാൻ കഴിയും. അത് ഓണത്തിന് മാത്രം അവകാശപ്പെട്ട ഒന്നാണ്. അമൃത ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ലോകത്തിൻ്റെ പലയിടങ്ങളിലായിരുന്ന് ഈ ഓണാഘോഷം അമൃത ടിവിക്കൊപ്പമാക്കിയിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാനും എൻ്റെ കുടുംബവും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു.